ഇപ്പം രമേശ് ചേട്ടന് ശരിക്കും ഒരു വലിയൊരു ബ്രേക്ക് കിട്ടുന്നത് മറ്റേ അയ്യപ്പനും കോശി, അതിന് മുന്നേ രമേശ് ചേട്ടൻ വന്നിട്ട് ഫിലിം ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് 75, 76 ബ്ലാക്ക് ആൻഡ് വൈറ്റ് താലപ്പള്ളി എന്ന് പറഞ്ഞത് എം കൃഷ്ണൻ നായർ സാർ ഞാനത് അയ്യപ്പന് കോശിയായിരിക്കും രമേശിന്റെ ഡെബ്യൂ. അതിലാണ് ഞാൻ ആദ്യമായിട്ട് മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ ഈ പരമാര ദേവി ക്ഷേത്രം ടൗൺ ഹാളിലോ ആ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ ഒരു മുത്തുക്കടയായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന ഷോട്ടാണ് എം കൃഷ്ണൻ നായർ സാർ. അദ്ദേഹത്തിന്റെ ആക്ഷനിലൂടെയാണ് ഞാൻ ഈ വെള്ളത്തിരയിലേക്ക് വരുന്നത്. അതൊരു വലിയൊരു അന്ന് പോലെ ഇങ്ങനെ നമ്മൾ പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ടീനേജ് പ്രായമാണല്ലോ അന്നേരം. ആ സമയത്ത് അങ്ങനെ കഥാപാത്രങ്ങളില്ലല്ലോ സിനിമയിൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഈ 75 കാലഘട്ടങ്ങളിൽ ടീനേജ് മലയാള സിനിമയിൽ വളരെ കുറവാണ്. എല്ലാം മെച്ചുവറായ കഥാപാത്രങ്ങളാണ്, നായകനും നായികയൊക്കെ എല്ലാം. പിള്ളേർ ഇന്നത്തെ പോലെ പിള്ളേരുടെ ഇപ്പൊ നേരെ ഓപ്പോസിറ്റായി. ഇപ്പൊ ഒരു അമ്മാവനെയോ ഒരു അച്ഛനെയോ കഥാപാത്രങ്ങൾ ഒട്ടിയിട്ടതാണ്. ഇങ്ങനെ ഇതൊക്കെ എന്നാലും അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കടന്നു പോകും. അല്ലാതെ ഇതൊന്നും അറിയാൻ മേലാത്തോണ്ട് തന്നെ ടെൻഷന്റെ കാര്യം. സിനിമ എന്താ ഇതങ്ങനെ അങ്ങനെയാണെന്ന് ഒന്നും അറിയാൻ മേലാത്തോണ്ട്. പിന്നെ അന്ന് കലാനിലയം സ്ഥിരം നാടകത്തിലായതുകൊണ്ട് സ്റ്റേജിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ സിനിമാക്കാർ ധാരാളം ഒക്കെ ഈ വരുമായിരുന്നു. അന്നത്തെ പഴയ നടന്മാരും ഒക്കെ എല്ലാം വരും. നസീർ സാർ ഉൾപ്പെടെ മധു സാർ ഉൾപ്പെടെ ഉള്ള അങ്ങനെയുള്ള ഈ ജയനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അവിടെ വരുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആണ് അതിൻ്റെ ഒരു ചരിത്രം. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ഇപ്പം അങ്ങനെ ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം അയ്യപ്പനും കോശിയിൽ ആണ് നമുക്കൊരു ശ്രദ്ധേയമായ വേഷം കിട്ടുന്ന ഒരു കഥാപാത്രം എന്ന നിലയിൽ. അതിന് ആ പടവും ഈ പടവും തമ്മിലൊരു ബന്ധമുണ്ട്. അതിനകത്ത് പോലീസുകാരുടെ ഇടയിൽ കിടന്ന് അവരുടെ ഇത് ചോദ്യങ്ങളും പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ ഞാനൊരു പോലീസുകാരനായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട് ആ സിനിമയിൽ. പോലീസ് അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ജിത്തു ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സിനിമ, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് തീരെ മോശമായിട്ട് വരാൻ സാധ്യതയില്ലല്ലോ എന്നുള്ളൊരു കണക്കുകൂട്ടലും ആദ്യം വിളിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് മനസ്സിൽ വെച്ചപ്പോൾ ഏറെക്കുറെ നമ്മൾ വർക്ക് ചെയ്ത് വന്നപ്പം ആ ഒരു പ്രതീക്ഷയുണ്ട് എല്ലാം കൊണ്ടും. ആ ഒരു പിന്നെ തന്നെയല്ല, ഞാൻ ഏത് സിനിമയുടെയും ടൈറ്റിൽ ശ്രദ്ധിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു സ്വയം തീരുമാനം ഞാൻ എടുക്കും. അപ്പോൾ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയുടെ ഒരു വലിയ ഘടകമുണ്ട് ഇതിനകത്ത്, എല്ലാ ഇതിനകത്തും. അപ്പോൾ ഇത് ദൃഢം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ദൃഢമാണ്. ദൃഢമായിരിക്കും നമ്മൾ ദൃഢനിശ്ചയം എന്ന് പറയുന്ന പോലെ ആ ദൃഢനിശ്ചയം തന്നെയാണ്. എന്താണോ നമ്മൾ നിശ്ചയിക്കുന്നത് അതിൽ നിശ്ചയമാണ് എന്നുള്ള പ്രതീക്ഷയാണ്.